ഏവർക്കും ഹോപ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുധീഷ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യുന്നത് മാത്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, മനു ഒരു വരിയിൽ മുന്നിൽ നിന്ന് എട്ടാമത്. മനുവിൻ്റെ സ്ഥാനം മുന്നിൽ നിന്ന് എട്ടാമതാണ്. അടുത്തത് ബിനുവിൻ്റെ സ്ഥാനം പിന്നിൽ നിന്ന് ഏഴാമതാണ്. ഇത് മുന്നിൽ നിന്നാണ്, ഇത് പിന്നിൽ നിന്നാണ്. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് പറയുന്നു, അവർ പരസ്പരം സ്ഥാനം മാറി എന്ന് പറയുമ്പോൾ മനു നിന്നെടുത്ത് ആര് വരുന്നു? ബിനു വരുന്നു. ബിനു നിന്നെടുത്ത് ആര് വരുന്നു? മനു വരുന്നു. അങ്ങനെ സ്ഥാനം മാറിയപ്പം മനുവിൻ്റെ അല്ലേ തന്നിരിക്കുന്നത്? മനു മുന്നിൽ നിന്ന് എത്രാമതായെന്നാണ് പറഞ്ഞേക്കുന്നത്? 15ാമതായി. മനുവിൻ്റെ സ്ഥാനത്ത് നമ്മൾ 15 കൊടുത്തു. ഇപ്പോൾ ഒരാളുടെ തന്നെ 2 സ്ഥാനമല്ലേ ഉള്ളേ? മനുവിൻ്റെ മുന്നിൽ നിന്നുള്ളതും പിന്നിൽ നിന്നുള്ളതും ഉണ്ട്. അപ്പോൾ 7ഉം 15ഉം. ഒരാളുടെ തന്നെ 2 സ്ഥാനം ഉണ്ടെങ്കിൽ ടോട്ടൽ അവിടെ ആകെ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ തരുന്ന 2 കൂടെ കൂട്ടിയിട്ട് 1 കുറച്ചാൽ പോരെ. അപ്പോൾ തന്നിട്ടുള്ള 2 എണ്ണം 7ഉം ഈ 15ഉം ഒരാളുടെ തന്നെയാണ് ഇത് രണ്ടും. അതുകൊണ്ട് അത് തമ്മിൽ കൂട്ടി 1 കുറച്ചു. ഇത് രണ്ടും ഒരു വ്യക്തിയുടെ എണ്ണാണ് 1 കുറച്ച്. തരുന്നതിനോടെ കൂട്ടിയപ്പം 22, 22ൽ നിന്ന് 1 കുറച്ചു 21. ടോട്ടൽ അവിടെ 21 പേര് കാണും. രണ്ടാമത്തെ ചോദ്യം, ഒരാൾ തെക്കോട്ട് 8 കിലോമീറ്റർ നടന്നു, പടിഞ്ഞാറോട്ട് 6 കിലോമീറ്റർ നടന്നു, വീണ്ടും തെക്കോട്ട് 2 കിലോമീറ്റർ, കിഴക്കോട്ട് 3 കിലോമീറ്റർ, വടക്കോട്ട് 6 കിലോമീറ്റർ നടന്നു. എങ്കിൽ യാത്ര ആരംഭിച്ചിട്ടുണ്ടെന്ന് അയാൾ ഇപ്പോൾ എത്ര അകലെയാണ് നിൽക്കുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം നമുക്ക്. തെക്കോട്ട് 8 കിലോമീറ്റർ. തെക്കോട്ട് എന്ന് പറയുമ്പോൾ താഴോട്ടാണ്. അപ്പോൾ താഴോട്ട് നമ്മളൊന്ന് വരച്ചു. താഴോട്ട് 8 കിലോമീറ്റർ. 8 കിലോമീറ്റർ എന്ന് അടയാളപ്പെടുത്തി. അതിനുശേഷം അയാൾ എന്ത് ചെയ്തു? പടിഞ്ഞാറോട്ടാണ് പോയത്. ഇവിടുന്ന് പടിഞ്ഞാറോട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ. അപ്പോൾ താണ്ട് ഇങ്ങോട്ട് എത്ര കിലോമീറ്റർ? അത് 6 കിലോമീറ്റർ സഞ്ചരിച്ചേ. അപ്പോൾ നേരെ താണ്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ചു. 6 മാർക്ക് കൊടുത്തു. അവിടെ നിന്ന് വീണ്ടും തെക്കോട്ട് 2 കിലോമീറ്റർ. തെക്കെന്ന് പറയുമ്പോൾ വീണ്ടും താഴോട്ടല്ലേ വരുന്നത്? തെക്കെന്ന് പറയുമ്പോൾ താഴോട്ട് 2 കിലോമീറ്റർ. ഇനി അതിനുശേഷം കിഴക്കോട്ട് 3 കിലോമീറ്റർ. കിഴക്കെന്ന് പറയുമ്പോൾ അങ്ങോട്ടാണല്ലോ, ഡയറക്ഷൻ അങ്ങോട്ടല്ലോ കിഴക്ക്. അപ്പോൾ അങ്ങോട്ട് 3. ഇവിടം തൊട്ട് ഇവിടം വരെ മൊത്തത്തിൽ 6 ഉള്ളൂ. നമുക്ക് 3 മതി. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ പകുതി 3 കിലോമീറ്റർ. ഇത് 3 കിലോമീറ്റർ. ബാലൻസ് അങ്ങോട്ട് 3 ഉണ്ടേ. ഓക്കെ, അവിടെ കിടക്കട്ടെ. നോക്കാം. പിന്നെ അയാൾ എന്ത് ചെയ്തു? വടക്കോട്ട് 6 കിലോമീറ്റർ പോയി. വടക്കെന്ന് പറയുമ്പോൾ മേലോട്ടാണല്ലോ. മേലോട്ട് 6 പോയി. അപ്പോൾ ഇവിടെ നിന്ന് മേപ്പോട്ട് 6 പോയി. ഇവിടം തൊട്ട് ഇവിടം വരെ 2 ആണ്. ഇത് തൊട്ട് ഇതുവരെയുള്ള 2 ആണ്. മേപ്പോട്ട് ഇനി 6ന് 4 കൂടെ വേണേ. അപ്പോൾ ഇത് 2 ഉണ്ട്, ഇത് 4 ഉണ്ട്. 4 2 അല്ലേ 6. ഇപ്പോൾ ഇയാൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. യാത്ര ആരംഭിച്ച സ്ഥലം താണ്ടെ ഇവിടെ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് നിന്നു എന്ന് പറയുമ്പോൾ താണ്ടെ ഇത് തൊട്ട് ഇതുവരെയുള്ള അകലം എന്ന് പറയുന്നതാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചൂടെ? ഇത് തൊട്ട് ഇതുവരെ എത്ര സെന്റിമീറ്റർ? 4 അല്ലേ. അപ്പൊ ഇത് 4 തന്നെ ആയിരിക്കത്തില്ലേ? ഇവിടം തൊട്ട് ഇങ്ങേ അറ്റം വരെ ഫുള്ളായിട്ട് 8. അതിനകത്ത് ഇത് തൊട്ട് ഇതുവരെ 4. ബാലൻസ് ഇത് എത്ര ആയിരിക്കും? 4 ആയിരിക്കും. ഈ കാണുന്നതാണ്ട് ഈ കാണുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ 3 അല്ലേ. അപ്പൊ ഇങ്ങോട്ടും ഉള്ളതാണ്ട് ഈ കാണുന്നത് 3 തന്നെയല്ലേ. അപ്പൊ ഇത് നാണ്ടേ 3. നമുക്ക് വേണ്ടുന്നതാണ്ട് ഈ അകലം. ഇതൊരു മട്ട ത്രികോണമായിട്ട് സങ്കല്പിച്ചൂടെ? മട്ട ത്രികോണത്തിനകത്ത് 90 ഡിഗ്രിക്ക് എതിരെ എന്ന് പറയുമ്പോൾ കർണം കണ്ടുപിടിക്കാൻ. കർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. റൂട്ട് ഓഫ് പാദത്തിന്റെ സ്ക്വയർ പ്ലസ് ലംബത്തിന്റെ സ്ക്വയർ. പാദം 3 അല്ലേ, ലംബം 4 അല്ലേ. അപ്പൊ റൂട്ട് ഓഫ് 3ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ. 3ന്റെ സ്ക്വയർ 9 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്. 16 9 കൂടെ കൂട്ടി റൂട്ട് 25. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ ആൻസർ 5. ക്വസ്റ്റ്യന്റെ ആൻസർ 5 കിലോമീറ്റർ. അയാൾ യാത്ര ആരംഭിച്ചിട്ടുണ്ടെന്ന് 5 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ. ആൻസർ 5. അതാണ് മൂന്നാമത്തെ ചോദ്യം. അരുണിന് ഒരു ജോലി പൂർത്തീകരിക്കാൻ 9 ദിവസം വേണം. അമിത്തിന് അതേ ജോലി ചെയ്യാൻ 12 ദിവസം വേണം. അവർ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ജോലി ചെയ്യാൻ തീരുമാനിച്ചു. എങ്കിൽ ആകെ ജോലിയുടെ 36ൽ 35 ഭാഗം. ആകെ ജോലി 36 ആണെങ്കിൽ അതിൻ്റെ 35 ഭാഗം തീർക്കാൻ അവർ എത്ര ദിവസം എടുക്കും? അപ്പോൾ വർക്ക് ആൻഡ് ടൈമിൻ്റെ ചോദ്യമാണ്. നമുക്ക് നോക്കാം. അരുണിന് ഒരു ജോലി ചെയ്യാൻ 9 ദിവസം വേണം. അമിത്തിന് അതേ ജോലി ചെയ്യാൻ 12 ദിവസം വേണം. തരുന്ന സംഖ്യകളുടെ എൽസിയം 12ഉം 9ഉം. 12ന്റെ 9ന്റെ എൽസിയം എന്ന് പറയുന്നത് എത്ര? 36 അല്ലേ. 12ന്റെ ഒന്നാമത്തെ ഗുണം 12. 12ന് 9 കൊണ്ട് പറ്റില്ല. രണ്ടാമത്തെ 24 പറ്റത്തില്ല. മൂന്നാമത്തെ 36. 36ന് 9 കൊണ്ട് ഹരിച്ചൂടെ? അപ്പൊ എൽസിയം 36. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് 36 കിട്ടി. അത് ക്വസ്റ്റിനകത്ത് തന്നെ പറഞ്ഞു. ആകെ ജോലി 36 ആണെങ്കിൽ അതിന്റെ എത്ര ഭാഗം ചെയ്യാൻ? 35 ഭാഗം ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ചോദ്യം. ഈ തരുന്ന 36നെ നമ്മൾ തന്നിട്ടുള്ള ഓരോന്നും കൂടെ ഹരിക്കുന്നു. 36നകത്ത് 9 4 പ്രാവശ്യം. 36നകത്ത് 12 3 പ്രാവശ്യം. അപ്പൊ അരുണിന്റെ എഫിഷ്യൻസിയാണ് 4, അമിത്തിന്റെ എഫിഷ്യൻസിയാണ് 3. ഇനി നമുക്ക് രണ്ടാമത്തെ സെൻസിലേക്ക് വരാം. ആദ്യം ആരാ ജോലി തുടങ്ങി? അമിത്താണ് ആദ്യമത്തെ ദിവസം ജോലി തുടങ്ങി. ഫസ്റ്റ് ഡേ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളാണ് അവർ ചെയ്യുന്നത്. ഒന്നാമത്തെ ദിവസം അമിത് ചെയ്തു.
അമിത് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എത്രയാണെന്ന് നമുക്കറിയാം. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ജോലി. അമിത് ഒരു ദിവസം ചെയ്യുന്ന ജോലി 3. സെക്കൻഡ് ഡേ ആണ് ആര് വരുന്നത്? അരുൺ വരുന്നത്. രണ്ടാമത്തെ ദിവസം അരുൺ വരുന്നു. ഒന്നാമത്തെ ദിവസം അമിത ചെയ്തേ, രണ്ടാമത്തെ ദിവസമാണ് അരുൺ വരുന്നത്. രണ്ടാമത്തെ ദിവസം അരുൺ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 4 അല്ലേ? അപ്പൊ ടോട്ടൽ ഇവിടെ ഒരു ദിവസം, ഇവിടെ ഒരു ദിവസം, അവർ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു ദിവസം ചെയ്യുന്നു, ഇയാൾ ഒരു ദിവസം ചെയ്യുന്നു. ഒന്നും 2 ദിവസമായില്ലേ? ടോട്ടൽ 2 ദിവസം. ആ 2 ദിവസം കൊണ്ട് അവർ ചെയ്യുന്ന വർക്കാണ് എത്ര? 4 3 7. 2 ദിവസം കൊണ്ട് അവർ ചെയ്ത വർക്കാണ് 7. ഈ 7നെ നമുക്ക് എത്ര ആക്കണം? 35 ആക്കണം. ആകെ ജോലി 36. അതിന്റെ എത്ര ഭാഗം ചെയ്താൽ മതി എന്ന് പറഞ്ഞു? 35 ഭാഗം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് 2 ദിവസം കൊണ്ട് ചെയ്യുന്നതാണ് 7. ഈ 7നെ 35 ആക്കാൻ എന്ത് ചെയ്താൽ മതി? 5 കൊണ്ട് ഗുണിച്ചാൽ പോരെ? ഇവിടെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിലും 5 കൊണ്ട് ഗുണിക്കണ്ടേ? 5 ഗുണം 2, 5 ഗുണം 2 10. 10 ദിവസം കൊണ്ട് 7 × 5 35 ജോലി. 10 ദിവസം കൊണ്ട് അവരെത്ര ജോലി കംപ്ലീറ്റ് ചെയ്യും? 35 ജോലി. മൊത്തത്തിൽ എത്ര ചെയ്യണ്ടേ? 36. പക്ഷെ അതിനകത്ത് എത്ര ചെയ്താൽ മതി എന്ന് ക്വസ്റ്റിനകത്ത് പറഞ്ഞു? 35 ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആൻസർ 10 ദിവസം. ഒന്നുകൂടി നോക്കിക്കേ. അരുണിന് ഒരു ജോലി ചെയ്യാൻ 9 ദിവസം, അമിതിന് 12 ദിവസം. തരുന്നതിന്റെ എൽസിയം 36. 36നെ 9 കൊണ്ട് ഹരിച്ചു 4, 36നെ 12 കൊണ്ട് ഹരിച്ചു 3. ഇനി രണ്ടാമത്തെ സെൻസ്, അവർ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളാണ് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ അമിത് ചെയ്യുന്നെങ്കിൽ സെക്കൻഡ് ഡേ അരുൺ ആയിരിക്കും ചെയ്യുന്നത്. ഒന്നാമത്തെ ദിവസം അമിത്, രണ്ടാമത്തെ ദിവസം അരുൺ. അമിത് ഒരു ദിവസം കൊണ്ട് 3 ചെയ്യുന്നെങ്കിൽ അരുൺ ഒരു ദിവസം കൊണ്ട് 4. ഒന്നിടവിട്ടെന്ന് പറഞ്ഞാണ് ഈ ഒന്നുകൂടെ ചേർത്ത് 2 എന്ന് എഴുതി. 2 ദിവസം കൊണ്ട് അവർ ചെയ്തു. 4 3 7 ചെയ്യുന്നു. 2 ദിവസം കൊണ്ട് 7 ചെയ്യുന്നു. നമുക്ക് എത്ര ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? 35 ചെയ്യണമെന്നല്ലേ പറഞ്ഞേക്കുന്നത്? അപ്പൊ 7നെ 35 ആക്കാൻ 5 കൊണ്ട് ഗുണിച്ചു. വലതുവശം 5 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇടതുവശം 5 കൊണ്ട് തന്നെ ഗുണിച്ചു. 5 ഗുണം 2 10. 10 ദിവസം കൊണ്ട് 35 ജോലി. ആകെ 36. അതിനകത്ത് 35 ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് 10 എന്ന് കിട്ടിയത്. ആൻസർ 10. നമ്മുടെ ചോദ്യം 2010 ഏപ്രിൽ 5 ഏത് ദിവസം വരും എന്നാണ് ചോദ്യം. അപ്പോൾ ഇത്തരം ചോദ്യം വരുമ്പം ആദ്യം നിങ്ങൾ ആലോചിക്കേണ്ടത് ഓരോ 100 ദിവസങ്ങൾക്ക്, ഓരോ 100 വർഷങ്ങൾക്കും 5 ഒറ്റ ദിവസങ്ങൾ കാണും. 100 വർഷമാണ്. ഓരോ 100 വർഷത്തിനും ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 5. ഒന്ന് പഠിച്ചോണം. ഓരോ 200 വർഷത്തിനും ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 3. ഒറ്റ സംഖ്യകളൊന്ന് ഓർത്താൽ മതി. 5 3. ഓരോ 300 വർഷത്തിനും 5 3 ഇനി 1 ആവണം. ഓരോ 400 വർഷത്തിനും ഇനി ഒറ്റ സംഖ്യ ഉണ്ടോ? അതുകൊണ്ട് നമ്മൾ 0 എന്ന് എഴുതി. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓരോ 100 വർഷത്തിനുമാണെങ്കിൽ, നൂറ്റാണ്ടിനാണെങ്കിൽ 5, ഓരോ 200 വർഷമാണെങ്കിൽ 3, ഓരോ 300 വർഷമാണെങ്കിൽ 1, ഓരോ 400 വർഷം വരുമ്പോഴും 0. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. 2010 ഏപ്രിൽ 5 ഏത് ദിവസം എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം ഈ തരുന്ന വർഷത്തിന് തൊട്ട് മുമ്പുള്ള വർഷം എടുക്കുക. ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് തരുന്നതിന് തൊട്ട് മുമ്പുള്ള വർഷം. 2010 തൊട്ട് മുമ്പുള്ള വർഷം ഏതാ? 2009 അല്ലേ? അപ്പോൾ 2009 അവിടെ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് 2010 എത്ര വരെ ഉള്ളതാ? ഏപ്രിൽ 5 വരെ ഉള്ളതാണ് വേണ്ടത്. 2010ലേക്ക് നമ്മൾ വരുമോ? 9 അവിടെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചു. 2010 ജനുവരിയിൽ 31 ദിവസം അല്ലേ? അടുത്തത് ഫെബ്രുവരി 2010 സാധാ വർഷമുണ്ട്. ഫെബ്രുവരി 28 അല്ലേ? ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച് 31 അല്ലേ? പ്ലസ് അടുത്തത് ഏപ്രിൽ 5 വരെ പോരെ? എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? തരുന്നതിന് തൊട്ട് മുമ്പുള്ള വർഷം 2010 തൊട്ട് മുമ്പുള്ള 2009 എടുത്തു. ഇനി 2010ലേക്ക് അടുത്ത വർഷത്തിലേക്ക് വരുമ്പോൾ ജനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, ഏപ്രിൽ ഉണ്ട്. ഏപ്രിൽ 5 വരെ മതി, അതുകൊണ്ട് 5 വരെ എടുത്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് തൊട്ട് മുമ്പുള്ള 400ന്റെ ഗുണിതം. 2009 തൊട്ട് മുമ്പുള്ള 400ന്റെ ഗുണിതം. 400ന്റെ ഗുണിതം നിങ്ങൾക്ക് അറിയൂടെ? 400, 800, 1200, 1600, 2000 അങ്ങനെ പോവില്ലേ? അപ്പോൾ ഇതിനോട് അടുത്ത് നിൽക്കുന്ന 400ന്റെ ഗുണിതം എന്ന് പറയുമ്പോൾ 2000 അല്ലേ? 2009 കിട്ടാൻ ഇനി ഒരു 9 കൂടെ വേണ്ടേ? അപ്പോൾ 2000 + 9 എന്ന് എഴുതി. 2009നെ 2000 + 9 എന്ന് എഴുതി. 400ന്റെ ഗുണിതമാണ് 2000. ആ 2000 + 9 എന്ന് എഴുതി. അത് മാത്രം പോരാ, ഇനി ഒരു സ്റ്റെപ്പ് കൂടി അവിടെ ചെയ്യണം. ഈ കിട്ടിയ 9 ഉണ്ടല്ലോ, അതിനെ നിങ്ങൾ ഇവിടെ കിടക്കുന്ന നമ്പർ ഉണ്ടല്ലോ, ഈ 2000 ഇട്ടേക്ക്, 400ന്റെ ഗുണിതം ഇട്ടേക്ക്, ബാക്കിയുള്ളതിനെ നിങ്ങൾ ഒരു 4 കൊണ്ടങ്ങ് ഹരിച്ചോണം. അതിന് കാരണം ലീപ്പ് ഇയർ, അതിവർഷം എത്ര ഉണ്ടെന്ന് നോക്കാൻ പോവാ. ഈ 9നകത്ത് എത്ര അതിവർഷം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ 9നെ നിങ്ങൾ 4 കൊണ്ടങ്ങ് ഹരിച്ചോണം. 9നെ 4 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം. മേളിൽ കിട്ടുന്ന ഹരണഫലം മാത്രം മതി നമുക്ക്. ഹരണഫലം എത്ര കിട്ടി? 2. അപ്പൊ അതുകൊണ്ട് ആ 2 കൂടി നമ്മൾ എടുത്തിടണം.
എന്തൊക്കെ ചെയ്തേ? 2009 മുമ്പുള്ള 400ന്റെ ഗുണിതം 2000. 2000വും 9 ചേർന്നാണ് 2009 വന്നത്. ഈ 2 എവിടുന്നാ വന്നേ? 9 വർഷത്തിനകത്ത് എത്ര അതിവർഷം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ 9നെ 4 വർഷമല്ലേ അതിവർഷം, 4 വർഷം കൂടുമ്പോഴല്ലേ, അപ്പോൾ 9നെ 4 കൊണ്ട് ഹരിച്ചു. അപ്പോൾ കിട്ടിയ ഹരണഫലം 2 എടുത്ത് എഴുതി. ഇനി ബാക്കി സ്റ്റെപ്പ് നേരെ തന്നെ. ജനുവരി 31 ദിവസം, ഫെബ്രുവരി 28 ദിവസം, മാർച്ച് 31 ദിവസം, ഏപ്രിൽ 5 ദിവസം. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത് 400ന്റെ ഗുണിതം വന്നാൽ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 0 ആണെന്ന് പഠിച്ചില്ലേ? ഇത് 2000 400ന്റെ ഗുണിതമല്ലേ? 400ന്റെ ഗുണിതം വന്നാൽ അവിടെ ഒന്നുമില്ല, ഒറ്റ ദിവസം 0. ഇനി ബാക്കി കിടക്കുന്നതെല്ലാം കൂടെ കൂട്ടുന്നു, അതിനെ 7 കൊണ്ട് ഹരിക്കുന്നു. ഈ കിടക്കുന്നതെല്ലാം കൂടെ കൂട്ടുന്നു അല്ലെങ്കിൽ 7 കൊണ്ട് ഹരിക്കുന്നു. നോക്കാം പ്രത്യേകത. 9ഉം 2ഉം 11 അല്ലേ? 9 + 2 11 അല്ലേ? അടുത്തത് അതിൻ്റെ കൂടെ ഒരു 31 കൂടെ കൂട്ടാൻ 11 + 31 എന്ന് പറയുമ്പോൾ 1 4 41 അല്ലേ? സോറി 42 അല്ലേ? 1 1 2 4 42 എന്ന് കിട്ടി. അതിൻ്റെ കൂടെ 28 കൂടെ കൂട്ടി. 28 കൂടെ കൂട്ടിയാൽ 8 2 10 4 2 6 1 70 എന്ന് വന്നില്ലേ? പിന്നെ അതിൻ്റെ കൂടെ ഒരു 31 കൂടെ കൂട്ടാൻ 31 കൂടെ കൂട്ടി 1 10 101 എന്ന് വന്നില്ലേ? അതിൻ്റെ കൂടെ ഒരു 5 കൂടെ കൂട്ടാൻ 101ന്റെ കൂടെ 5 കൂടെ കൂട്ടിയാൽ 106 എന്ന് കിട്ടി. ടോട്ടൽ 106. അതിനെ ഒരാഴ്ചയിൽ എത്ര ദിവസം ഉള്ളേ? 7 ദിവസം അല്ലേ? 7 കൊണ്ട് നമ്മളങ്ങ് ഹരിക്കുക. 7 7 ബാക്കി 3 6 5 7 35 ബാക്കി ശിഷ്ടം 1. ഈ കിട്ടുന്ന ശിഷ്ടമാണ് നമ്മുടെ ആൻസർ. കിട്ടുന്ന ശിഷ്ടം 0 വന്നാൽ ഞായറാഴ്ചയായിരിക്കും. കിട്ടുന്ന ശിഷ്ടം 1 വന്നാൽ തിങ്കളാഴ്ചയായിരിക്കും. കിട്ടുന്ന ശിഷ്ടം 2 വന്നാൽ ചൊവ്വയായിരിക്കും. അങ്ങനെ കൂടി പോകും. ശിഷ്ടം 0 ആണെങ്കിൽ ഞായർ, ശിഷ്ടം 1 ആണെങ്കിൽ തിങ്കൾ, 2 ആണെങ്കിൽ ചൊവ്വ, 3 ആണെങ്കിൽ ബുധൻ, അങ്ങനെ പോകും. ഇവിടെ നമുക്ക് കിട്ടിയ ശിഷ്ടം നോക്കി. ശിഷ്ടം എത്ര വന്നേ? 1 വന്നതുകൊണ്ട് ആൻസർ തിങ്കളാഴ്ച. ക്വസ്റ്റ്യന്റെ ആൻസർ തിങ്കൾ. ഒന്നുകൂടി ഒന്ന് നോക്കിക്കേ. 2010 ഇതിന് തൊട്ട് മുമ്പുള്ള വർഷം 2009. 10ലേക്ക് വരുമ്പോൾ ജനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, ഏപ്രിൽ വരെ. ഇതിന് മുമ്പുള്ള 400ന്റെ ഗുണിതം 2000 ആണ്. 2000ത്തിന്റെ കൂടെ 9 കൂടെ ചേർന്നാണ് 2009. ഇനി ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യണം. ഈ കിടക്കുന്ന 9ന് ഈ കിട്ടുന്ന സംഖ്യ നിങ്ങൾ എത്ര കൊണ്ട് ഹരിക്കണം? 4 കൊണ്ട് ഹരിക്കണം. ആ 4 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ഇനി ജനുവരി 31, ഫെബ്രുവരി 28, 10 ആയിട്ട് അതിവർഷമല്ല സാധാ വർഷമായിട്ട് 28 കൊടുത്തു. മാർച്ച് 31, ഏപ്രിൽ 5 വരെ മതി. ഇനി നമുക്ക് ഈ കിട്ടിയതെല്ലാം കൂടെ കൂട്ടി അതിനെ 7 കൊണ്ട് ഹരിച്ചു. കൂട്ടിയപ്പോൾ 106 കിട്ടി. 106നെ 7 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് ശിഷ്ടം 1 വന്നു. ശിഷ്ടം 0 ആണ് വരുന്നതെങ്കിൽ ഞായറാഴ്ചയായിരിക്കും. ശിഷ്ടം 1 ആണ് വരുന്നതെങ്കിൽ തിങ്കളാഴ്ചയായിരിക്കും. 2 ആണെങ്കിൽ ചൊവ്വായിരിക്കും. 1 ആയതുകൊണ്ട് തിങ്കൾ. നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ തിങ്കളാഴ്ച. 2010 ഏപ്രിൽ 5 തിങ്കളാഴ്ചയായിരിക്കും. ലെറ്റർ സീരീസിന്റെ അടുത്ത ലെറ്റർ ഏത് വരും എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഫസ്റ്റിലത്തെ ലെറ്റർ ഡി എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? എഫ് ആയിട്ട് മാറി. ഡി എഫ് ആയിട്ട് മാറി. ഡി കഴിഞ്ഞ് രണ്ടാമത്തെ ലെറ്ററല്ലേ എഫ്, അപ്പോൾ അവിടെ 2 കൂടി. രണ്ടാമത്തെ ലെറ്ററാണ് എഫ്. ഇനി എഫ് എന്ന് പറയുന്നത് ഐ ആയി. നോക്കിക്കേ, എഫ് എന്ന് പറയുന്നത് ഐ ആയി. എത്രാമത്തെ ലെറ്റർ? എഫ് കഴിഞ്ഞ് 3ാമത്തെ ലെറ്റർ അല്ലേ ഐ എന്ന് പറയുന്നത്? 1 2 3. അപ്പോൾ അവിടെ 3ാമത്തെ ലെറ്റർ കൊടുത്തു. ഇവിടെ 2, ഇവിടെ 3. ഇനി ഇവിടെ നോക്കിക്കേ, ഐ എന്ന് പറയുന്നത് എം ആയി. ഐ എം ഐ എന്ന് പറയുമ്പോൾ 1 2 3 4. 4ാമത്തെ ലെറ്ററിലാണ് വന്നിരിക്കുന്നത്. ഐ എം ഐ എന്ന് പറയുമ്പോൾ 4. ഇനി വീണ്ടും തിരിച്ചു വരും. എം ഒ ഐ. എം ഒ എന്ന് പറഞ്ഞാൽ 1 2. രണ്ടാമത്തെ ലെറ്റർ അല്ലേ ഒ. ഒ ആർ ഐ. ഒ ആർ ആവെന്ന് പറഞ്ഞാൽ നമുക്ക് ഒ ആർ ഐ. പി ക്യു ആർ. 3ാമത്തെ ലെറ്റർ അല്ലേ. അടുത്തത് ആറ് വി ഐ. 6 വി ആവെന്ന് പറഞ്ഞാൽ നമുക്ക് 1 2 3 4. 4ാമത്തെ ലെറ്റർ അല്ലേ. വി എക്സ് ഐ. വി എക്സ് ആവെന്ന് പറഞ്ഞാൽ നമുക്ക് 1 1 2. രണ്ടാമത്തെ ലെറ്റർ അല്ലേ എക്സ്. ആ എക്സ് എ ഐ എന്ന് പറയുമ്പോൾ 1 2 3. 3ാമത്തെ ലെറ്റർ അല്ലേ. അപ്പോൾ 2 3 2 3 2 3. അടുത്ത മേളിൽ വരുമ്പോൾ 4 ആയിരിക്കും. ആണ്ടെ അതേപോലെ ഇവിടെ എത്ര ആയിരിക്കും? 4 ആവുന്ന നോക്കിക്കേ. 1 2 3 4. ബാക്കി ഇ ജി ഐ നോക്കുക. 1 2. രണ്ടാമത്തെ ലെറ്റർ അല്ലേ കിടക്കുന്നത്. അടുത്ത ജി ജെ ഐ നോക്ക്. ജി എച്ച് ഐ ജെ. 3ാമത്തെ ലെറ്റർ അല്ലേ ജി ജെ ആവെന്ന് പറഞ്ഞാൽ. അപ്പൊ ഇനി വേണ്ടുന്നത് ഇവിടുന്ന് എത്രാമത്തെയാ? 4ാമത്തെ അല്ലേ വേണ്ടുന്നത്. അപ്പൊ ജെ കഴിഞ്ഞ് 4ാമത്തെ ലെറ്റർ. ജെ കഴിഞ്ഞ് 4ാമത്തെ ലെറ്റർ ഏതാണെന്ന് നോക്കിക്കേ. 1 2 3 4. 4ാമത്തെ ലെറ്റർ എൻ ആയിരിക്കും അവിടെ. ഇനി എൻ കഴിഞ്ഞിട്ട് എത്രാമത്തെ വേണ്ടത്? താഴെ 2 3 2 3 2 3 അല്ലേ. അപ്പൊ എൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെറ്റർ. എൻ കഴിഞ്ഞ് രണ്ടാമത്തെ ലെറ്റർ ഒ പി. അപ്പൊ ഇവിടെ വരുന്നത് പി ആയിരിക്കത്തില്ലേ. എൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെറ്റർ. മേളിൽ 4 ആയിരുന്നു, ഇത് എൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെറ്റർ. ഇനി പി കഴിഞ്ഞിട്ട് എത്രാമത്തെ വേണ്ടേ? 3ാമത്തെ അല്ലേ. 2 3 2 3 അങ്ങനെയല്ലേ പോയേക്കുന്നത്. അപ്പൊ പി കഴിഞ്ഞിട്ട് 3ാമത്തെ ലെറ്റർ.
QRS. അപ്പോൾ എസ് ആണ് ഇവിടെ മൂന്നാമത്തെ ലെറ്റർ. ക്വസ്റ്റിൻ്റെ ആൻസർ NPS. ആൻസർ NPS. അടുത്ത ചോദ്യം, ഈ തന്നിരിക്കുന്നതിനകത്ത് ഒറ്റ സംഖ്യകൾ എടുത്തെഴുതാനാണ് നമ്മൾ ചോദ്യം. സംശയം വരുന്നവർ മാത്രം ഈ പവറിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കുക. ഇഷ്ടമുള്ളൊരു സംഖ്യ കൊടുത്ത് നോക്കുക. ഒറ്റ സംഖ്യ കിട്ടുന്ന ജോഡി ഏതൊക്കെയാണോ അതെടുത്ത് എഴുതാം. നമുക്ക് നോക്കിക്കേ, ഈ എക്സിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുത്തു. ഞാൻ ഇവിടെ 1 കൊടുത്തു. 3/1. 3/1 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 3 തന്നെ അല്ലേ? വേണമെങ്കിൽ ഒരു 2 കൊടുത്തു. 3² എന്ന് പറഞ്ഞാൽ 9 അല്ലേ? ഇഷ്ടമുള്ള കൊടുത്ത് നോക്കിയോ. എക്സിന്റെ സ്ഥാനത്ത് ഏത് കൊടുത്താലും അവിടെ കിട്ടിയ ആൻസർ എല്ലാം ഒറ്റ സംഖ്യയല്ലേ? അപ്പോൾ ഈ കിടക്കുന്നത് ഒറ്റ സംഖ്യയാണ്. 3ന്റെ പവറായിട്ട് ഏതൊരു നമ്പർ വന്നാലും നമുക്ക് ഒറ്റ സംഖ്യ ആയിരിക്കും ആൻസർ കിട്ടുന്നത്. അതേപോലെ അടുത്തവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. നോക്കുക, രണ്ടാമത്തത് ഒറ്റ സംഖ്യയാണോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാം. 3x+1 ആണ് കിടക്കുന്നത്. എക്സിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വില കൊടുക്കാം. 2, 3, 1 ഇഷ്ടമുള്ള കൊടുക്കാം. 3 ഞാൻ ഒരു 1 കൊടുക്കുക. അപ്പോൾ 1+1 ഒന്നുകൂടെ കൂട്ടി 2. 3ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ആയില്ലേ? 9 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യ തന്നെയല്ലേ? അപ്പോൾ ഈ കിടക്കുന്നത് എന്ത് തന്നെയാണ്? ഒറ്റ സംഖ്യ തന്നെയാണ്. അടുത്തതിലേക്ക് വരുന്നു. നോക്കിക്കേ, മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് വരുന്നു. മൂന്നാമത്തെ പ്രത്യേകയിലേക്ക് വരുന്നു. 3x+1. 3ന്റെ മേളിൽ എക്സ് ആ കിടക്കുന്നത്. എക്സിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ ഞാൻ 1 കൊടുക്കുകയാണെങ്കിൽ +1. 3/1 3 തന്നെ. 3ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ 4. 4 ഒറ്റ സംഖ്യയാണോ? ഇരട്ട സംഖ്യയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഈ കിടക്കുന്നത് ഇരട്ട സംഖ്യയാണ്. 3x അതിന്റെ കൂടെ താഴെ 1 കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇരട്ട സംഖ്യ വന്നത്. നമുക്ക് വേണ്ടുന്ന ഒറ്റ സംഖ്യകളാണ്. ഒറ്റ സംഖ്യയിൽ വരുന്ന 1 കിട്ടി, 2 കിട്ടി. ഇനി അടുത്തവിടെ ചെക്ക് ചെയ്യണം. നോക്കാം പ്രത്യേകത. 3x-1. എക്സിന്റെ സ്ഥാനത്ത് ഇഷ്ടമുള്ള സംഖ്യ കൊടുക്കുക. 1, 2, 3 ഇഷ്ടമുള്ളത് കൊടുക്കുക. 1 കൊടുത്താൽ 1ൽ നിന്ന് 1 കുറയ്ക്കാൻ. 1ൽ നിന്ന് കുറച്ചാൽ 0. ഏതൊരു സംഖ്യയുടെ മേളിൽ 0 വന്നാൽ 1 ആയിരിക്കത്തില്ലേ? ഇത് 1 എന്ന് പറയുന്ന ഒറ്റ സംഖ്യ തന്നെ അല്ലേ? അല്ലെങ്കിൽ 2 കൊടുത്ത് നോക്കുക. 3/2 -1. 2ൽ നിന്ന് 1 കുറച്ചാൽ 1. 3/1 എന്ന് പറഞ്ഞാൽ 3. അപ്പൊ ഇവിടെ ഒറ്റ സംഖ്യ കിട്ടിയത് ഒന്നാമത്തെ ഒറ്റ സംഖ്യയാണ്. രണ്ടാമത്തെയും കൊടുക്കുന്ന ഒറ്റ സംഖ്യയാണ്. മൂന്നാമത്തെ ഇരട്ട സംഖ്യയാണ്. നാലാമത്തത് ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യകൾ വരുന്ന അപ്പോൾ ഏതൊക്കെയാ? ഒന്നാമത്തെ വരും, രണ്ടാമത്തെ വരും, നാലാമത്തെ വരും. അപ്പോൾ 1, 2, 4 ഒറ്റ സംഖ്യകളാണ്. ഒന്നാമത്തെ, രണ്ടാമത്തെ, നാലാമത്തെ. ഇരട്ട സംഖ്യയാണ് ചോദിച്ചെങ്കിൽ മൂന്നാമത്തെ എഴുതും. അപ്പോൾ നമ്മുടെ ചോദ്യം, അടുത്ത ചോദ്യം നോക്കിയേ. 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന സംഖ്യകളുടെ എണ്ണം, 3 അക്ക സംഖ്യകളുടെ എണ്ണം. അപ്പോൾ എത്ര കൊണ്ടാണോ ഹരിക്കാൻ പറയുന്നത് അതായിരിക്കും അവിടുത്തെ പൊതുവ്യത്യാസം. ഇവിടെ എത്ര കൊണ്ട് ഹരിക്കാൻ പറയുന്നത്? 7 കൊണ്ടല്ലേ? അപ്പോൾ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 7 എന്ന് കിട്ടി. ഈ എണ്ണം കണ്ടുപിടിക്കാനാണ്, പദങ്ങളുടെ എണ്ണം. ഒരു AP-യിലെ എണ്ണം കണ്ടുപിടിക്കാൻ അവസാന പദം മൈനസ് ആദ്യ പദം /d+1. an - a /d+1. അവസാന സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ കുറയ്ക്കുക, പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക, ഒന്നുകൂടെ കൂട്ടുക. ഇവിടെ പൊതുവ്യത്യാസം നമുക്ക് കിട്ടി, 7 എന്ന് കിട്ടി. ഇനി ആദ്യത്തതും വേണം, അവസാനത്തതും വേണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി അവർ പറയുന്നത് 3 അക്ക സംഖ്യകളെ കുറിച്ചാണ്. 3 അക്ക സംഖ്യകൾ. 3 അക്ക സംഖ്യ തുടങ്ങുന്നത് എവിടെ? 100-ലല്ലേ തുടങ്ങുന്നത്? എവിടെ അവസാനിക്കും? 999 അവസാനിക്കും. 100-ൽ തുടങ്ങി 999 അവസാനിച്ചു. അതിനകത്ത് 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരണം. അപ്പം 3 അക്ക സംഖ്യ ആയിട്ടുള്ള ആദ്യത്തെ സംഖ്യ 100 എടുക്കുക. നമ്മൾ 100-നെ നമ്മൾ സൈഡിലോട്ട് മാറ്റി 7 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കി. 1 7 7, ബാക്കി 3 0, 4 7 28, 2 എന്ന് കിട്ടി. ഒന്ന് എടുത്തെഴുതി. 100-നെ ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ശിഷ്ടം 2. നമുക്ക് ശിഷ്ടം 3 വരണ്ടേ? അപ്പൊ തൊട്ടടുത്ത സംഖ്യ 100-ന്റെ കൂടെ ഒന്നുകൂടെ ചേർത്താൽ 101 ആകുമ്പോൾ ഇവിടെ ശിഷ്ടം ഒന്നുകൂടെ കൂടിയില്ലേ? സംഖ്യ ഒന്നുകൂടെ കൂടുമ്പോൾ ശിഷ്ടം ഒന്നുകൂടെ കൂടി. ശിഷ്ടം ഒന്നുകൂടെ കൂടി, 2 ഒന്നുകൂടെ കൂടി 3 ആയി. അപ്പൊ ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടി 101. ഇനി ആദ്യ പദം കിട്ടി 101. ഇനി അവസാനത്തോടെ വേണം. 3 അക്ക സംഖ്യ അവസാനിക്കുന്ന എവിടെ? 999-ലല്ലേ? അതിനെ ഇവിടെ സൈഡിലോട്ട് മാറ്റി ഒന്ന് ഹരിച്ചു നോക്കുക. 999-നെ 7 കൊണ്ട് ഹരിക്കുന്നു. 1 7 7, ബാക്കി 2 9, 4 7 28, ബാക്കി 1 9, 2 7 14, ബാക്കി കിട്ടിയ ശിഷ്ടം 5. സൈഡിലോട്ട് മാറ്റി ഒന്ന് എഴുതാം. 999-നെ നമ്മൾ ഹരിച്ചപ്പം കിട്ടിയ ശിഷ്ടം 5 വരുന്നത്. ഇനി കൂടിയാൽ 3 അക്ക സംഖ്യയല്ല, 4 അക്ക ആവും. അപ്പൊ കുറഞ്ഞു വരണം. സംഖ്യകൾ കുറയുമ്പം 998 ആകുമ്പം ശിഷ്ടവും കുറയും. 5 ഉണ്ടായിരുന്ന എത്ര ആവും? 4 ആവും. 997 ആകുമ്പം 4-ൽ നിന്ന് 1 കുറച്ച് 3 ആയി. എത്ര നമുക്ക് വരണ്ടേ? 3 അല്ലേ ശിഷ്ടം വരണ്ടേ? അപ്പൊ 3 വന്ന അവസാന സംഖ്യ 997. ആദ്യ പദം കിട്ടി 101 കിട്ടി, അവസാന പദം കിട്ടി 997. ഇനി ഇതിനകത്തോട്ട് വില കൊടുത്താൽ പോരെ? an - a /d+1. പറഞ്ഞു സ്റ്റെപ്പ് പറഞ്ഞു നോക്കിക്കേ. 997 അവസാനത്ത്, 997 മൈനസ് ആദ്യത്തത് 101 ആയിരുന്നു, 101 ബൈ പൊതുവ്യത്യാസം 7 ആയിരുന്നു, +1. ഇത് കുറയ്ക്കുക, ഹരിക്കുക, അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുക. ഇത് കുറച്ചെഴുതുമ്പം 896/7 +1. ഇനി ഇത് ഹരിച്ചാൽ മാത്രം മതി. 8-നകത്ത് 7 ഒരു പ്രാവശ്യം,
ബാക്കി 19-നകത്ത് 2 പ്രാവശ്യം, ബാക്കി 56-നകത്ത് 8 പ്രാവശ്യം. 128 + 1, 128 ഒന്നുകൂടെ കൂട്ടി 129. 7 കൊണ്ട് ഹരിക്കുമ്പം ശിഷ്ടം 3 വരുന്ന 3 അക്ക സംഖ്യകളുടെ എണ്ണം ചോദിച്ചാൽ 129. അതിനുള്ള ഇക്വേഷനാണ് ഈ കിടക്കുന്നത്. എണ്ണം an - a/d + 1. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം നോക്കിയേ. 12 സെന്റിമീറ്റർ നീളവും 10 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിനകത്ത് വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമഭുജ സാമാന്ത്രികം, അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ. സമഭുജ സാമാന്ത്രികം ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്തുവാ? റോംബസ് എന്ന് പറയാം. റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദ്യം. റോംബസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? എല്ലാ വശങ്ങളും തുല്യമായിരിക്കും, വശങ്ങളെല്ലാം തുല്യമായിരിക്കും, പക്ഷേ വികർണം ഡയഗണൽസ് ഈക്വൽ അല്ല, ഡയഗണൽസ് വ്യത്യസ്തമായിരിക്കും. ഞാൻ റോംബസ് ഒന്ന് വരയ്ക്കുക. ഇതിനകത്തോട്ട് നോക്കിയേ, ഈ ഒരു മൂല എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് 4 വശങ്ങൾ തുല്യമായിരിക്കണമെന്നേ ഉള്ളൂ. ഞാൻ ഇങ്ങോട്ട് വരച്ചു. ഇതിന്റെ വശങ്ങളെല്ലാം, ഈ സൈഡെല്ലാം തുല്യമായിരിക്കണം, ഈ കിടക്കുന്ന വശങ്ങളെല്ലാം തുല്യമായിരിക്കണം. അതിനെ പറയുന്ന പേരാണ് റോംബസ്. എന്നാൽ വികർണം, ഇതല്ലേ ഒന്നാമത്തെ വികർണം, അതിന് ഞാൻ D1 എന്ന് കൊടുക്കുക. ഇതല്ലേ രണ്ടാമത്തെ വികർണം, അതിനെ ഞാൻ D2 എന്ന് കൊടുക്കുക. ഇത് രണ്ടും വ്യത്യസ്തമായിരിക്കണം, തുല്യമായിരിക്കാൻ പാടില്ല. അങ്ങനെ വരുന്നതിനെ വിളിക്കുന്ന പേരാണ് റോംബസ് അല്ലെങ്കിൽ സമഭുജ സാമാന്ത്രികം. അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ നമുക്കുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ½ × D1 × D2 എന്ന്. ½ × D1 × D2. ഒരു സമഭുജ സാമാന്ത്രികത്തിന്റെ ഏരിയ ½ × D1 × D2. നോക്കിയേ, ഇതല്ലേ സമഭുജ സാമാന്ത്രികം. അതിന്റെ വികരണം, ഒന്നാമത്തെ വികരണം ഈ കാണുന്നതല്ലേ, ഈ ലെങ്ത് അല്ലെങ്കിൽ ഈ ലെങ്ത് അത് എത്ര ആയിരുന്നു? D1 ആയിട്ട്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതും ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതും സെയിം അല്ലേ? അപ്പൊ D1 തന്നെയാണ് 10. അപ്പൊ ½ × D1 സ്ഥാനത്ത് നമുക്ക് 10 എന്ന് കൊടുക്കാം. D2 ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതല്ലേ D2, അതായത് ഈ നീളം തന്നെയല്ലേ D2. അപ്പൊ D2 ആയിട്ട് നമുക്ക് എത്ര കൊടുക്കാം? 12 കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഇത്രയൊന്നും വരയ്ക്കേണ്ട. തരുന്നത് ചതുരമാണെങ്കിൽ, ചതുരത്തിന്റെ നീളവും വീതിയും ഉണ്ടെങ്കിൽ ഇതിനകത്ത് വെക്കാൻ കഴിയുന്ന സമഭുജ സാമാന്ത്രികം, അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ½ × D1 × D2. ആ തരുന്ന പരസ്പരം ഗുണിക്കുക, അതിന്റെ ഹാഫ് എടുക്കുക. നോക്കാം, 12ഉം 2 കൂടെ കട്ട് ചെയ്ത് 6, 10 × 6 60. 60 എന്ന് കിട്ടും. ക്വസ്റ്റ്യന്റെ ആൻസർ 60. ഏരിയ ആയതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ, 60 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമ്മുടെ ചോദ്യം നോക്കിയേ. 4 ചുവന്ന ഡിസ്കുകൾ, 3 മഞ്ഞ ഡിസ്കുകൾ, 2 പച്ച ഡിസ്കുകൾ. ഇവയെ ഒരു വരിയിൽ ക്രമീകരിക്കണം. അതുകൂടാതെ ഒരേ നിറമുള്ളവയെ പരസ്പരം തിരിച്ചറിയാനും സാധിക്കാത്ത വിധത്തിലാണ് ക്രമീകരിക്കേണ്ടത്. ഇങ്ങനെ എത്ര രീതിയിൽ ക്രമീകരിക്കാം? അപ്പോൾ ആ ടൈപ്പ് വന്നാൽ ചെയ്യാനുള്ള നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ടോട്ടൽ എണ്ണം അങ്ങ് എടുക്കുക. ആകെ എത്ര ഡിസ്കുകളുണ്ടെന്ന് നോക്കുക. 4 റെഡ് ഉണ്ട്, 4 ചുവപ്പുണ്ട്, 3 മഞ്ഞയുണ്ട്, 2 പച്ചയുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടുക. 4 × 3 7, 7 × 2 9. ആ 9ന്റെ ഫാക്ടോറിയൽ, അതിന്റെ ഫാക്ടോറിയൽ എടുക്കുക. ഫാക്ടോറിയൽ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഡിവൈഡഡ് ബൈ, ഒരേ നിറമുള്ളവയെ തിരിച്ചറിയാൻ സാധിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ്ട് ഇതെല്ലാം കൂടി പരസ്പരം അങ്ങ് ഗുണിക്കുക. ഇതിന്റെ ഫാക്ടോറിയൽ എടുത്ത് അങ്ങ് ഗുണിക്കുക. അപ്പോൾ ഒന്നാമത്തെ ഏതിന്റെ ഫാക്ടോറിയൽ? 4ന്റെ ഫാക്ടോറിയൽ ഇൻറ്റു, അടുത്തത് 3ന്റെ ഫാക്ടോറിയൽ ഇൻറ്റു, അടുത്ത കിടക്കുന്നത് 2ന്റെ ഫാക്ടോറിയൽ. അപ്പോൾ എവിടുന്ന 9 വന്നേ? തരുന്ന എണ്ണം എല്ലാം കൂടെ അങ്ങ് കൂട്ടി. 4 × 3 7, 7 × 2 9. ആ 9ന്റെ ഫാക്ടോറിയൽ ബൈ ഓരോന്നേയും പരസ്പരം തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലാണ് ക്രമീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് ആദ്യത്തത് 4ന്റെ ഫാക്ടോറിയൽ ഇൻറ്റു, അടുത്തത് 3ന്റെ ഫാക്ടോറിയൽ ഇൻറ്റു, അടുത്തത് 2ന്റെ ഫാക്ടോറിയൽ. ഇതങ്ങ് ഗുണിച്ചാൽ പോരെ. 9ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 9 വരെ ഗുണിക്കാൻ എന്ന് പറയുമ്പോൾ 1 × 2 × 3 × 4 × 5 × 6 × 7 × 8 × 9 ബൈ. താഴത്ത് നോക്കിയേ, ഇത് ഓരോന്നും എടുക്കാം. 4ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 4 വരെ ഇല്ലേ, എഴുതാം ഞാൻ. 1 × 2 × 3 × 4. ഇനി 3ന്റെ ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ വീണ്ടും 1 തൊട്ട് 1 × 2 × 3. അടുത്തത് 2ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2. ഇനി കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യുക, കണക്ട് ചെയ്യുക, ആൻസറിലേക്ക് വരിക. ഈ 1 പോയി, 2 പോയി, ഈ 3 പോയി, ഈ 4 പോയി. ബാലൻസിനെ നോക്കിക്കേ. വീണ്ടും ഇവിടെ 3 × 2 6 അല്ലേ. അപ്പോൾ ഈ താഴത്തെ 6ഉം മേളത്തെ 6ഓട് നമുക്ക് കട്ട് ചെയ്യാം. ഈ താഴെ കിടക്കുന്ന 6ഉം മേളത്തെ 6ഓടെ കട്ട് ചെയ്ത് കളഞ്ഞു. ബാലൻസിനെ നോക്കിക്കേ. ഇവിടെ ഒരു 8 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. 8ഉം 2 കൂടെ കട്ട് ചെയ്താൽ എത്ര ആവും? 4 ആയി. ഇനി ബാക്കിയുള്ളതെല്ലാം കൂടെ ഗുണിച്ചാൽ പോരെ. ബാക്കിയുള്ളത് നോക്കുക. 5 × 7 × 4 × 9. ഒന്ന് എഴുതുവാണേ. 5 × 7 × 4 × 9 ഗുണിച്ചെഴുതിയാൽ പോരെ. നോക്ക്, 5 × 4 20 അല്ലേ. 9 × 7 63 അല്ലേ. 20 × 63 കിട്ടി.
63 ഇരട്ടി 126, ഒരു 0 കൊടുത്തു, ആൻസർ 1260. ക്വസ്റ്റിന്റെ ആൻസർ 1260. ഈ 9 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായേ? ടോട്ടൽ 4 3 7 7 2 9. ഒരേ നിറമുള്ളവയെ പരസ്പരം തിരിച്ചറിയാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞാണ് ഇത് എല്ലാവരും എടുത്തെഴുതിയത്. 4ന്റെ ഫാക്ടോറിയൽ ഇൻറ്റു 3ന്റെ ഫാക്ടോറിയൽ ഇൻറ്റു 2ന്റെ ഫാക്ടോറിയൽ. ഇതിന് ആൻസർ കണ്ടുപിടിച്ചാൽ ആൻസറായി. നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ 1260. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം, ഈ രണ്ട് ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന വരയുടെ ചരിവ് കണ്ടുപിടിക്കാൻ, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ. അവിടെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. രണ്ട് ബിന്ദുക്കൾ തന്നിട്ട് അതിൻ്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ചരിവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആയിരിക്കും. ഒന്നാമത്തെ പോയിന്റ് ആണ് ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. നമ്മൾ ഇനി ഇതിനകത്തോട് വില കൊടുത്താൽ മതി. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. വില കൊടുത്ത് നമുക്ക് നോക്കാം. y2 ആയിട്ട് എത്ര കിടക്കുന്നത്? -2 അല്ലേ? -2. ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് ഞാൻ അതേപോലെ ഇട്ടു. y1 ആയിട്ട് എത്ര തന്നെയാണ് കിടക്കുന്നത്? -2. അപ്പോൾ ആ -2 ഞാൻ എടുത്ത് എഴുതി. ഈ കിടക്കുന്ന മൈനസ് ആണ് ആദ്യമേ ഇട്ടേ. ഈ y1ന്റെ വിലയാണ് -2 കൊടുത്തേ. ബൈ x2 മൈനസ് x1. x2 നോക്ക്, x2 7, x1 എന്ന് പറയുന്നത് 3 അല്ലേ? അപ്പോൾ 7 മൈനസ് 3. ഇനി വില കൊടുത്താൽ പോരെ? നോക്കിയിട്ട് പറ. -2 മൈനസ് വരുന്നത് പ്ലസ് 2 ബൈ 7 3 കുറച്ചാൽ 4 അല്ലേ? -2 പ്ലസ് 2 -2 എന്ന് പറയുമ്പോൾ -2 പ്ലസ് 2 അങ്ങ് വെട്ടി കളഞ്ഞൂടെ? അല്ലെങ്കിൽ 0 എന്ന് വരുന്നില്ലേ? 0/4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0. ഈ വരയുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്, ഈ രണ്ട് ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന വരയുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 0. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. നമ്മുടെ ചോദ്യം എന്തോ, ഒരു ക്ലോക്ക് കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കണ്ടാൽ ദിവസത്തിൽ എത്ര പ്രാവശ്യം കൃത്യസമയം കാണിക്കും എന്ന് പറയുമ്പം യഥാർത്ഥ സമയവും പ്രതിബിംബത്തിലെ സമയവും ഒരേപോലെ വരുന്നത്. അപ്പം നമുക്കറിയാവുന്ന പ്രത്യേകത മാത്രമേ ഉള്ളൂ. ഒരു ക്ലോക്കിൽ 12 മണി ആയിക്കോട്ടെ 6 മണി ആയിക്കോട്ടെ, 12 മണി വന്നാലും 6 മണി വന്നാലും ക്ലോക്കിലെ സമയവും പ്രതിബിംബത്തിലെ സമയവും എപ്പോഴും എന്തുമായിരിക്കും? സെയിം ആയിരിക്കും. 12 ആണെങ്കിൽ പ്രതിബിംബത്തിലെ സമയവും 12, യഥാർത്ഥ സമയവും 12. 6 വന്നാലും പ്രതിബിംബത്തിലെ സമയം 6, യഥാർത്ഥ സമയം 6. അങ്ങനെ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം വരുമെന്നോ എന്ന് പറയുമ്പോൾ, ഒരു ദിവസത്തിൽ എത്ര 12 ഉണ്ട്? 2 12 ഇല്ലേ? ഒരു ദിവസത്തിൽ എത്ര 6 ഉണ്ട്? 2 6 ഇല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര പ്രാവശ്യം പ്രതിബിംബിച്ച് കാണിക്കും എന്ന് പറയുമ്പം 1 2 3 4, ആകെ എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം ക്ലോക്കിലെ സമയവും പ്രതിബിംബത്തിലെ സമയവും ഒരേപോലെ വരും. ഒരു ദിവസത്തിലായതുകൊണ്ടാണ് 4 പ്രാവശ്യം. 12 മണിക്കൂറിലാണെങ്കിൽ 12ഉം 6ഉം 2 പ്രാവശ്യം വരത്തുള്ളായിരുന്നു. ഇത് ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തിൽ 2 12 ഉണ്ട്, 2 6ഉം ഉണ്ട്. അപ്പോൾ ടോട്ടൽ 4 പ്രാവശ്യം. ആൻസർ 4. 1000 രൂപ 10% നിരക്കിൽ എത്ര വർഷം കൊണ്ട് 1331 രൂപ ആവും കൂട്ടുപലിശ രീതിയിൽ? അപ്പോൾ കൂട്ടുപലിശയിൽ ഇക്വേഷൻ അനുസരിച്ച് ചെയ്യുവാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് A = P × 1 + R/100 ഇതാണ് ഇക്വേഷൻ. വേണമെങ്കിൽ ഇക്വേഷൻ അനുസരിച്ച് ആദ്യം നോക്കാം. നോക്ക്, ടോട്ടൽ എമൗണ്ട് നമുക്ക് തന്നു 1331. പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്കുണ്ട് 1000 രൂപയെന്നുണ്ട്. അപ്പോൾ 1000 ഇൻറ്റു 1 + റേറ്റ് നമ്മുടെ കയ്യിൽ തന്നു 10. അപ്പോൾ 10/100 ഈ ഗുണിക്കുന്ന 1000 ഞാൻ ഇപ്പുറത്തോട്ട് നാക്കുവാണ്. അപ്പോൾ 1331/1000 = ഇതിനെ ഒന്ന് ക്രോസ് ചെയ്തെന്ന് പറഞ്ഞ് 1 × 100 100, 100ഉം 10ഓടെ ചേർത്ത് 110 ബൈ താഴെയുള്ള 100 അതേപോലെ എഴുതി. 1 × 100 100, 100ന്റെ കൂടെ 10 കൂട്ടി 110, താഴെയുള്ള 100 എന്നല്ലേ കിടക്കുന്നത്. അപ്പോൾ ദാണ്ട് ഈ ഒരു 0ഉം ഒരു 0ഉം നമുക്ക് കട്ട് ചെയ്തളയാം. അപ്പോൾ 11/10 = 1331/1000 എന്ന് കിടപ്പുണ്ട്. ഇതിന്റെ വല്ലതും പവറായിട്ട് എഴുതാൻ പറ്റുമെന്ന് നമുക്ക് അറിയണ്ടേ? നോക്കിയേ, 10ഉം 1000ഉമായിട്ടുള്ള ബന്ധം. 10ന്റെ ക്യൂബ് അല്ലേ 1000, 11ന്റെ ക്യൂബ് അല്ലേ 1331. അപ്പോൾ 1331/1000 എന്ന് പറയുന്നത് 11/10ന്റെ എന്തുവാ? ക്യൂബാ. 11ന്റെ ക്യൂബാണ് 1331, 10ന്റെ ക്യൂബാണ് 1000. അപ്പോൾ ഇവിടെ n-ന് പകരം വന്നിരിക്കുന്ന സംഖ്യ എത്ര? 3 എന്നല്ലേ കിട്ടിയേ. അപ്പോൾ എത്ര വർഷം കൊണ്ട്? 3 വർഷം കൊണ്ട്. ക്വസ്റ്റിൻ്റെ ആൻസർ 3 വർഷം കൊണ്ട്. ഇത് കുറച്ചുകൂടി ലോജിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇക്വേഷൻ ഒന്ന് യൂസ് ചെയ്താൽ ലോജിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ശതമാനമാണെന്ന് നോക്കിയ റേറ്റ്? 10% എന്നല്ലേ പറഞ്ഞേ? 10% എന്ന് പറയുമ്പോൾ നമ്മൾ 10/100, ശതമാനം എന്ന് പറയുമ്പോൾ /100 ഇട്ടു. ഈ ഒരു 0ഉം ഒരു 0ഉം കളഞ്ഞു. പ്രിൻസിപ്പൽ എമൗണ്ട് 10 ആണെങ്കിൽ ടോട്ടൽ കിട്ടുന്ന എമൗണ്ട് 10ന്റെ കൂടെ ഒന്നുകൂടെ കൂടി കിട്ടി എന്ന് പറയുമ്പോൾ 10 1 എത്രയായി? 11 ആയില്ലേ? 10 ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ഒന്നുകൂടെ ചേർന്ന് 11 ആയി. 10 11 വന്നു.
അപ്പോൾ ഈ കിടക്കുന്ന രണ്ട് നമ്പേഴ്സ് എന്തെങ്കിലും ബന്ധം, ഈ 10ഉം 11ഉമായിട്ട് എന്തെങ്കിലും ബന്ധം. 10ന്റെ ക്യൂബാണ് 1000, 11ന്റെ ക്യൂബാണ് 1331. അതുകൊണ്ട് വർഷങ്ങളുടെ എണ്ണം 3 വരും. 10% എന്ന് പറയുമ്പോൾ 1/10 എന്ന് കിട്ടി. അപ്പോൾ 10 താഴെ പ്രിൻസിപ്പൽ എമൗണ്ട് 10 ആണ്, ഒന്നുകൂടെ ചേർത്ത് 11. അപ്പോൾ 10ഉം 11ഉം 10ന്റെ ക്യൂബാണ് 1000 കിടക്കുന്നത്, 11ന്റെ ക്യൂബാണ് 1331 കിടക്കുന്നത്. അതുകൊണ്ട് 3 വർഷം. അപ്പോൾ അടുത്ത ചോദ്യം നോക്കിക്കേ. അരിയുടെ വില 10% കുറഞ്ഞപ്പോൾ 800 രൂപയ്ക്ക് അരി വാങ്ങിയ ഒരാൾക്ക് 2 കിലോഗ്രാം അരി കൂടുതൽ കിട്ടിയെങ്കിൽ അരിയുടെ ഇപ്പോഴത്തെ വില എന്ത്? എന്താ പറയുന്നത്? അരി എത്ര രൂപയ്ക്കായാലും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് 800 രൂപയ്ക്കാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ വില എത്ര ശതമാനം കുറഞ്ഞു? 10% കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞപ്പോൾ അയാൾക്ക് 2 കിലോഗ്രാം കൂടി അധികം കിട്ടി. അപ്പോൾ 800ന്റെ എത്ര ശതമാനം? 10%. 800ന്റെ 10% എന്ന് പറയുമ്പോൾ 800 × 100ൽ 10 അല്ലേ? ഈ ഒരു 0 കളഞ്ഞു, ഒരു 0 കളഞ്ഞു എന്ന് പറയുമ്പോൾ 80 രൂപ. 80 രൂപയ്ക്കാണ് ഇപ്പോൾ എത്ര കിലോഗ്രാം അരി കിട്ടിയിരിക്കുന്നത്? 2 കിലോഗ്രാം അരി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2 കിലോ അരിയുടെ വിലയാണ് എത്ര രൂപ? 80 രൂപ. 80 രൂപ കുറഞ്ഞപ്പം അയാൾക്ക് 2 കിലോയുടെ അധികം കിട്ടി എന്ന് പറയുമ്പം 2 കിലോ അരിയുടെ വിലയാണ് എത്ര? 80. നമ്മുടെ ചോദ്യം 1 കിലോന്റെ വില എത്രയാണെന്ന്. 1 കിലോന്റെ വില എത്രയാണെന്ന് ആ 80നെ എത്ര കൊണ്ട് ഹരിച്ചാൽ മതി? 2 കൊണ്ട് ഹരിച്ചാൽ പോരെ. 2 കിലോയ്ക്ക് 80 എങ്കിൽ 1 കിലോയ്ക്ക് 80/2 എന്ന് പറയുമ്പോൾ എത്ര രൂപ? 40 രൂപ. ആൻസർ 40. അപ്പോൾ നമ്മുടെ ചോദ്യം നോക്കിയേ. 2332 ഡിവൈഡ് ബൈ 2.2 = 1060. ഇത് നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. ഇതിന് തുല്യമായി വരുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം വരും? തുല്യമായിട്ടുള്ളത് ഏതൊക്കെ വരും എന്നാണ് നമുക്ക് വേണ്ടുന്നത്. നോക്കിക്കേ. ഒന്നാമത് പറഞ്ഞേക്കുന്നത് നോക്കിയേ. 23,320/22. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് താഴെ ഒരു സ്ഥാനമല്ലേ? ഒരു സ്ഥാനം മാറ്റാൻ നമ്മൾ 10 കൊണ്ടല്ലേ ഗുണിക്കണ്ടേ? അപ്പോൾ പോയിന്റ് മാറ്റാൻ 10 കൊണ്ട്, താഴെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ മേളിലും 10 കൊണ്ട് ഗുണിക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് മേളിലൊരു 0 വന്നു. 10 കൊണ്ട് മേളിൽ ഗുണിക്കുമ്പോൾ ഒരു 0 മേളിൽ വന്നു. താഴെ പോയിന്റ് അങ്ങ് മാറി സംഖ്യ എത്രയായി? 22 അപ്പോൾ ഇത് ശരി തന്നെ അല്ലേ? നോക്കിയേ. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം ഉണ്ട് താഴെ. ആ പോയിന്റ് മാറ്റാൻ നമ്മൾ 10 കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ, താഴെ 10 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ മേളിലും 10 കൊണ്ട് ഗുണിക്കണ്ടേ? ആ മേളിൽ 10 കൊണ്ട് ഗുണിച്ചാലാണ് ഒരു 0 തന്നിരിക്കുന്നത്. താഴെ പോയിന്റ് മാറ്റി തന്നിരിക്കുന്നു. അപ്പോൾ ഇതിന് തുല്യം തന്നെയല്ലേ ഇത്? അപ്പോൾ ഇതിന് തുല്യം ഇത്. ഒന്നാമത്തത് ശരിയാണ്, ഇതിന് തുല്യം തന്നെയാണ് ഇത്. ഇനി രണ്ടാമത്തെ നോക്കിക്കേ. 10 6000/100 നോക്കിക്കേ. ഈ 2 0ഉം ഈ 2 0ഉം വെട്ടിക്കളഞ്ഞാൽ നോക്കിക്കേ 1060 തന്നെയല്ലേ കിടക്കുന്നത്. ഇവിടെ എത്ര തന്നെ കിടക്കുന്നു? 1060. 1060ന് തുല്യം തന്നെയല്ലേ 1060. അപ്പോൾ രണ്ടാമത്തെ എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. ഒന്നാമത്തെ ശരിയാണ്, രണ്ടാമത്തെ ശരിയാണ്. ഇനി മൂന്നാമത്തെ നോക്കിക്കേ. 2120ന്റെ പകുതി, ഈ കിടക്കുന്ന സംഖ്യയുടെ പകുതി എടുക്കാൻ നമുക്ക് 2120ന്റെ പകുതി. 2-നകത്ത് 2 ഒരു പ്രാവശ്യം, 1-നകത്ത് അടങ്ങത്തില്ല ഒരു 0 കൊടുത്തു. 12-നകത്ത് 2 6 പ്രാവശ്യം ഒരു 0. 1060 അത് തന്നെയല്ലേ ഇവിടെയും കിടക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ എന്താണ്? ശരി തന്നെ. ഒന്നാമത്തെ ശരിയാണ്, രണ്ടാമത്തെ ശരിയാണ്, മൂന്നാമത്തെ തുല്യം തന്നെയാണ്. ഇനി നാലാമത്തോട് നോക്കാം. നമുക്ക് നാലാമത്തെ ചെക്ക് ചെയ്യാം. ഇതിന് തുല്യമായി വരുന്നവ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഒന്നാമത്തെയും വരും, രണ്ടാമത്തെയും വരും, മൂന്നാമത്തെയും വരും. ഇനി നാലാമത്തെ നോക്കാം. ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 2.2 ആ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇങ്ങോട്ട് എത്ര സ്ഥാനം മാറ്റിയേക്കുന്നു? വീണ്ടും ഒരു സ്ഥാനം കൂടെ മാറ്റിയല്ലേ പോയിന്റ് കൊടുത്ത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സ്ഥാനം കൂടെ മാറ്റുമ്പോൾ മേളിലും ഒരു സ്ഥാനം കൂടെ മാറ്റണ്ടേ? നോക്കിക്കേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 സ്ഥാനം വന്നപ്പം ഇവിടെയും ഒരു സ്ഥാനം മാറ്റിയില്ലേ? ഇവിടെ ഓൾറെഡി ഒരു സ്ഥാനം കിടപ്പുണ്ട്. ഇതിനെയും കൂടി ഇപ്പുറം വന്നപ്പോൾ ഒരു സ്ഥാനം കൂടെ ആയി. അപ്പോൾ മേളിലും ദാണ്ടെ ഒരു സ്ഥാനം എക്സ്ട്രാ വന്നു. അപ്പോൾ ഇതിനും തുല്യമാണിത്. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും എല്ലാം ഈ മേളിൽ കിടക്കുന്നതിന് തുല്യം. പിടികിട്ടിയോ? അപ്പോൾ അടുത്ത ചോദ്യം നോക്കിക്കേ. ഒരു ബുള്ളറ്റ് ട്രെയിൻ നിർത്താതെ 12 മണിക്കൂർ ഓടുന്നു. അപ്പോൾ അതിന്റെ സ്പീഡ് നമുക്കൊന്നും അറിയത്തില്ല, സ്പീഡൊന്നും തന്നിട്ടില്ല, ഡിസ്റ്റൻസ് നമുക്ക് അറിയത്തില്ല. അതേ ദൂരം തന്നെ വേഗത 30 km/h കൂട്ടി. ആദ്യമേ ഉണ്ടായതിനേക്കാൾ വേഗത 30 കൂടെ കൂട്ടി. അപ്പൊ അങ്ങനെ എടുത്തപ്പോൾ ഉള്ള ടൈമാണ് 10 മണിക്കൂർ 40 മിനിറ്റ്. എങ്കിലും ഒറിജിനൽ 12 മണിക്കൂർ കൊണ്ട് അത് സഞ്ചരിക്കുന്ന സ്പീഡ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എത്ര ചോദ്യങ്ങൾ വരുമ്പോൾ നോക്കിക്കേ. ഡിസ്റ്റൻസ് ഇവിടെയും സെയിം തന്നെ, ഇവിടെയും സെയിം തന്നെ. സ്പീഡ് ഉണ്ടായിരുന്ന എസ് ആണ്, അത് S+30 ആയി. ടൈം 12 മണിക്കൂറാണ്, ഇവിടുത്തെ ടൈം 10 മണിക്കൂറും 40 മിനിറ്റുമാണ്. ഡിസ്റ്റൻസ് തുല്യമല്ലേ രണ്ടിടത്തെ? അപ്പൊ രണ്ടിടത്തെ ഡിസ്റ്റൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യും. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തോ? സ്പീഡ് ഇൻടു ടൈം അല്ലേ? അപ്പൊ ഇത് പരസ്പരം ഗുണിക്കുന്നതും ഇത് പരസ്പരം ഗുണിക്കുന്നതും തുല്യമായിരിക്കത്തില്ലേ? അതായത് ഡിസ്റ്റൻസ് രണ്ടും തുല്യമായതുകൊണ്ട് ഇത് തമ്മിലുള്ള ഗുണനഫലവും ഇത് തമ്മിലുള്ള ഗുണനഫലവും തുല്യം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ? SA × 12 =
എസ് പ്ലസ് 30 ഇൻറ്റു, അതായത് സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ സ്പീഡ് ഇൻറ്റു അതിൻ്റെ ടൈം എത്ര? 10 മണിക്കൂർ 40 മിനിറ്റ് അല്ലേ? ഈ മിനിറ്റിനെ നമുക്കങ്ങ് മണിക്കൂറോടാക്കി പറയാം. ഇത് ഞാൻ അതേപോലെ എഴുതി. എസ് എ ഇൻറ്റു 12 ഇസ് ഈക്വൽ ടു എസ് പ്ലസ് 30 ഇൻറ്റു 10 മണിക്കൂർ 40 മിനിറ്റും അല്ലേ? അതിന് ഇങ്ങോട്ടും സൈഡിലോട്ട് മൈനസ് ചെയ്യും. 10 മണിക്കൂർ 40 മിനിറ്റ്. മിനിറ്റിനെ മണിക്കൂറാക്കാൻ ബൈ 60 ചേർത്താൽ പോരെ? 40/60. ഈ ഒരു പൂജ്യം കട്ട് ചെയ്തു, ചെറുതാക്കി. ഇവിടെ 2, ഇവിടെ 3. അപ്പൊ നമുക്കൊരു മിശ്ര ഭിന്നം കിട്ടി. 10ഉം 3ൽ 2. 10 ഗുണം 3 30, 30 2 32. അപ്പൊ 32/3. അത്രയും മണിക്കൂറൊന്നും കിട്ടിയില്ലേ? അതായത് ഈ മിനിറ്റിനെ നമ്മൾ മണിക്കൂറോടാക്കിയതേ ഉള്ളൂ. മിനിറ്റിനെ 40നെ മണിക്കൂറോടാക്കാൻ 40/60 ചെയ്തു, ചെറുതാക്കിയപ്പോൾ 10 3ൽ 2 കിട്ടി. മിശ്ര ഭിന്നമായിട്ട് വിഷമ ഭിന്നമാക്കാൻ 10 ഗുണം 3 30, 30 2 32/3. നമുക്ക് ഇതിനെ അകത്തോട്ട് ഇനി ഗുണിക്കാം, ഇതിനെ ഗുണിക്കാം. അതിന് മുമ്പ് ഇവിടെ താഴെ ഒരു 3 ഇല്ലേ? ഈ 3നെ ഇങ്ങോട്ട് ക്രോസ് വെച്ചാൽ പോരെ? അതായത് 12 ഗുണം 3 വരുന്നില്ലേ? ഈ താഴത്തെ 3നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. 12 ഗുണം 3 36. അപ്പൊ 36 എസ് എ സമം ഈ 32നെ അകത്തോട്ട് ഗുണിച്ചോ. 32 ഗുണം എസ് 32 എസ് എന്ന് കിട്ടി. പ്ലസ് 32നെ 30 കൊണ്ട് ഗുണിക്കാൻ ഞാൻ അത് ഗുണിക്കുന്നില്ല. 30 ഇൻറ്റു എത്ര എന്ന് എഴുതി? 32. ഈ 32നെ എസ് കൊണ്ട് ഗുണിച്ചപ്പോൾ 32 എസ്. ഈ 32നെ 30 കൊണ്ട് ഗുണിച്ചു. 30 ഗുണം 32. ഈ പ്ലസ് 32 എസിനെ ഇപ്പുറം കൊണ്ടുവന്നാൽ 36 എസ് എ മൈനസ് 32 എസ് എ സമം 30 ഗുണം 32. ഇത് കുറച്ച് എഴുതിയാൽ പോരെ? കുറയ്ക്കുമ്പോൾ 4 എസ് എ സമം 30 ഗുണം 32. നമുക്ക് എന്തിന്റെ വില വേണ്ടത്? എസ്, യഥാർത്ഥ സ്പീഡ്. 12 മണിക്കൂർ കൊണ്ടുള്ള സ്പീഡ് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ സ്പീഡ് എസ് കണ്ടുപിടിക്കാൻ ഈ ഗുണിക്കുന്ന 4നെ ഇപ്പുറം ആക്കിയാൽ പോരെ? അപ്പൊ പറ 30. എസിന്റെ വിലയാണ് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ എസ് ഈക്വൽ ടു 30 ഗുണം 32/4. ഈ ഗുണിക്കുന്ന 4നെ മാത്രം അപ്പുറമാക്കി ഹരിക്കാൻ. ഇവിടെ കട്ട് ചെയ്തു. 30 32 4 കട്ട് ചെയ്തു. 32 4 8 പ്രാവശ്യം. 30 ഗുണം 8 എന്ന് പറയുന്നത് 240. ആൻസർ 240 km/h. ആ ട്രെയിനിന്റെ ഒറിജിനൽ സ്പീഡ് എന്ന് പറയുന്നത് 240 km/h. എത്രയിൽ പോയപ്പോ? 12 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ച സ്പീഡാണ്. അതായത് ഇതിൽ രണ്ടുള്ള സ്പീഡ് ഡിസ്റ്റൻസ് തമ്മിൽ സെയിം ആയിട്ട് എടുക്കുക. സ്പീഡ് ഇൻറ്റു ടൈം, അതാണ് ഇവിടെ ചെയ്തത്. അടുത്ത ഡിസ്റ്റൻസ് തുല്യമായിട്ട് സ്പീഡ് ഇൻറ്റു ടൈം, അതാണ് ഇവിടെ ചെയ്തത്. ഈ മിനിറ്റിനെ മണിക്കൂറിലോട്ടാക്കുന്നേ ഉള്ളൂ. 40 മിനിറ്റിനെ മണിക്കൂറാക്കാൻ 40/60. കട്ട് ചെയ്തു, കണക്ട് ചെയ്തു. അപ്പോൾ അടുത്ത ചോദ്യം നോക്കിയേ. ഒരു സംഖ്യ ഇരട്ടിയാകുമ്പോൾ, ഏതൊരു സംഖ്യ ഇരട്ടിയാകുമ്പോൾ 24, 18, 21, 10 എന്നിവ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ലഭിക്കും എങ്കിൽ നമ്മുടെ ചോദ്യം സംഖ്യ ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഏറ്റവും ചെറുത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ എൽസിയത്തിലേക്ക് വരണം. ഏതിൻ്റെയൊക്കെ? 24, 18, 21, 10. അതിന്റെ എൽസിയം കണ്ടുപിടിച്ചു. ചെറുത്, ഏറ്റവും ചെറുത്. അപ്പോൾ കട്ട് ചെയ്യുന്നു. നമ്മൾ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 12 കിട്ടി. 24 പകുതി 12, 9. 21നെ ഹരിക്കാൻ പറ്റില്ല. 10ന്റെ പകുതി 5. വീണ്ടും ഈ കിടക്കുന്നതിനെ 3 കൊണ്ട് ഹരിച്ചെഴുതാം. 12നകത്ത് 3 4 പ്രാവശ്യം, 9നകത്ത് 3 പ്രാവശ്യം, 21നകത്ത് 7 പ്രാവശ്യം, 5. ഇനി 4 3 7 5 ഹരിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ഈ കിട്ടിയതെല്ലാം കൂടെ ഗുണിച്ചാൽ പോരെ? ഈ കിടക്കുന്ന സംഖ്യകളെല്ലാം കൂടെ ഗുണിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ഗുണിക്കാവേ. 3 ഗുണം 2 6. ഞാൻ ഈ 5 കൊണ്ട് ഗുണിക്കുന്നു. 6 ഗുണം 5 30. അവിടെ ഒരു സംഖ്യ കിട്ടി 30 ഗുണം. ഇനി ഇതെല്ലാം കൂടെ ഗുണിക്കുക. ഞാനൊന്ന് 4 ഗുണം 3 12, 12 ഗുണം 7 84. 84നെ 30 കൊണ്ട് ഗുണിക്കാൻ 3 4 12, 24 1 25. 2520 എന്ന് കിട്ടി. 2520. നോക്കിക്കേ, നമ്മുടെ ആൻസർ ആയില്ല. ഏതോ ഒരു സംഖ്യ ഇരട്ടി ആയപ്പോഴുള്ള വിലയാണ് 2520. അതായത് ഏതോ ഒരു സംഖ്യയുടെ ഇരട്ടിയാണ് 2520. LCM എന്ന് പറയുമ്പോൾ ഈ കിടക്കുന്ന എല്ലാം കൂടെ അങ്ങ് ഗുണിച്ചാൽ പോരെ? അതിന്റെ വിലയാണ് 2520 കിട്ടി. അതായത് ഏതോ ഒരു സംഖ്യയുടെ ഇരട്ടി. നമുക്ക് സംഖ്യ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ആ 2520ന്റെ പകുതി എടുത്താൽ പോരെ? 2520ന്റെ പകുതി എന്ന് പറയുമ്പോൾ 1260. ക്വസ്റ്റ്യന്റെ ആൻസർ 1260. സംഖ്യ എന്ന് പറയുമ്പോൾ 1260. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ആൻസറിലേക്ക് വെക്കാം. ബോർഡ് മാസിൻ്റെ ചോദ്യമല്ലേ? പ്രത്യേകം നോക്കിക്കേ. സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്, കേളി ബ്രാക്കറ്റ് ഉണ്ട്, സാധാ ബ്രാക്കറ്റ് ഉണ്ട്. ആദ്യമേ ഇവിടുത്തെ സാധാ ബ്രാക്കറ്റിലുള്ളത് ചെയ്യുന്നു. നമുക്ക് നോക്കാം പ്രത്യേകത. 79 മൈനസ് ഓഫ് 54 ഡിവിഷൻ 9 ഗുണം 6. 50 ആദ്യമേ ഹരിക്കാനല്ല ചെയ്യുന്നത് ബോർഡ് മാസിനകത്ത്. ബോർഡ് മാസിൻ്റെ പ്രത്യേകത ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യമേ അത് ചെയ്യുക. ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ ഹരണം. അപ്പോൾ ഹരണം ചെയ്യുന്നു. 54നെ 9 കൊണ്ട് ഹരിക്കാൻ. 54നകത്ത് 9 എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം അല്ലേ?
അപ്പോൾ ഹരിച്ചു നമ്മൾ 6 എന്ന് കിട്ടി. ഇനി അടുത്ത ഗുണിക്കാൻ, 6നെ ഈ 6 കൊണ്ട് ഗുണിക്കാൻ, 6 × 6 അവിടെ നിന്ന് എത്ര കിട്ടി? 36 കിട്ടി. 6 × 6 36 എന്നും വന്നു. അപ്പോൾ ഈ ടൈം എല്ലാം കഴിഞ്ഞ് ഇത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വരെ നമുക്ക് 36 കിട്ടിയത്. ഇനി ബാലൻസ് 79 മൈനസ് 36. 79 നിന്ന് 36 കുറയ്ക്കാൻ, 79 നിന്ന് 36 കുറച്ചാൽ 43 അല്ലേ? 79 നിന്ന് 36 കുറച്ചു 43. ഇനി അടുത്തത് 63 മൈനസ് 43. 63 നിന്ന് 43 കുറയ്ക്കാൻ, 63 നിന്ന് 43 കുറച്ചാൽ 20 അല്ലേ? ഇനി വീണ്ടും 35 നിന്ന് കുറയ്ക്കാൻ, 20 കുറയ്ക്കാൻ, 35 നിന്ന് 20 കുറച്ചാൽ 15 അല്ലേ? ലാസ്റ്റ് സ്റ്റെപ്പ് 75 ഹരണം 15. 75നെ ആ 15 കൊണ്ട് ഹരിക്കാൻ, 75/15 എന്ന് പറഞ്ഞാൽ 5 അല്ലേ? ക്വസ്റ്റ്യൻ്റെ ആൻസർ 5. അപ്പോൾ നമ്മുടെ ചോദ്യം ഈ തന്നിരിക്കുന്നതിനകത്ത് ഒറ്റയാൻ കൂട്ടത്തിൽ പെടാത്തത് കണ്ടുപിടിക്കാനാണ്. 31 നോക്കിക്കേ, 31നെ 1 കൊണ്ട് 31 കൊണ്ട് മാത്രമല്ലേ ഹരിക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ 43നെ 1ഉം 43 മാത്രം കൊണ്ട് ഹരിക്കാം. 41നെ 1ഉം 41 കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ 51 വരുമ്പം 1 കൊണ്ട് ഹരിക്കാം, 5 1 6, 3 കൊണ്ട് ഹരിച്ചൂടെ? അപ്പം 3ന്റെ ഗുണിതമാണ്. അപ്പോൾ 17 × 3 ആണ് 51 വരുന്നത്. 17 കൊണ്ട് ഹരിക്കാം. പിന്നെ ഏതും കൊണ്ട് ഹരിക്കാം? 51 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ബാക്കി എല്ലാത്തിനും എത്ര ഘടകങ്ങൾ? 2 ഘടകങ്ങൾ. ഇതിന് 3നും 2 ഘടകങ്ങളേ ഉള്ളൂ. അങ്ങനെ 2 ഘടകങ്ങൾ വരുന്നതിനെ വിളിക്കുന്ന പേരാണ് അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ഇത് 3 എണ്ണം അഭാജ്യ സംഖ്യയാണ്, പ്രൈം നമ്പേഴ്സ് ആണ്. എന്നാൽ ഇത് അഭാജ്യ സംഖ്യയല്ല. അപ്പോൾ ഒറ്റയാൻ എന്ന് പറയുന്നത് 51. ആൻസർ നമുക്ക് കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. അറ്റ് AATക്ക് പകരം 20 കൊടുത്തു, BATക്ക് പകരം 40 കൊടുത്തെങ്കിൽ CAT എത്ര വരും എന്നാണ് ചോദ്യം. കോഡിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കറിയാം, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ 1ാമത്തെ ലെറ്ററാണ് A. T എന്ന് പറയുന്നത് 20ാമത്തെ ലെറ്ററാണ്. അപ്പോൾ 1 × 20 അല്ലേ 20. അതേപോലെ B 2ാമത്തെ ലെറ്റർ അല്ലേ, A 1ാമത്തെ ലെറ്റർ അല്ലേ, T 20ാമത്തെ ലെറ്റർ അല്ലേ. അപ്പോൾ 2 × 1 × 20 എന്ന് പറയുമ്പോൾ 40 തന്നെയല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ക്യാറ്റ് CAT എത്ര വരുന്നതാണ് ചോദ്യം. നോക്കിയേ, C എത്രാമത്തെ ലെറ്റർ? 3ാമത്തെ ലെറ്റർ അല്ലേ, A 1ാമത്തെ ലെറ്റർ അല്ലേ, T 20ാമത്തെ ലെറ്റർ അല്ലേ. അപ്പോൾ ഇത് പരസ്പരം ഗുണിക്കുക. 3 × 1 3, 3 × 20 60. അപ്പോൾ അവിടുത്തെ കോഡിങ് എൻ്റെ ആൻസർ 60. 60 മീറ്റർ നീളവും 40 മീറ്റർ വീതിയും 30 മീറ്റർ ഉയരവുമുള്ള സമചതുര സ്തംഭാകൃതിയായ ഒരു റൂമിൽ, ഒരു മുറിയിൽ 0.8 മീറ്റർ ക്യൂബ് വ്യാപ്തമുള്ള എത്ര സമചതുര കട്ടകൾ അടുക്കി വയ്ക്കാം? എത്ര എണ്ണം അടുക്കി വയ്ക്കാം? എണ്ണം എന്ന് പറയുമ്പോൾ വലുതിൻ്റെ വ്യാപ്തത്തിനെ ചെറുതിൻ്റെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ മതി. ഇവിടെ സമചതുരാകൃതി സ്തംഭാകൃതിയല്ല, റൂം അല്ലേ ആദ്യം പറയുന്നത്. ഈ റൂമിൽ എത്ര എണ്ണം അടുക്കി വയ്ക്കാം? അപ്പോൾ ചതുരസ്തംഭാകൃതിയുള്ള വ്യാപ്തം, ചതുരസ്തംഭത്തിന്റെ വ്യാപ്തത്തിനെ, വലുത് ചതുരസ്തംഭമല്ലേ, അപ്പോൾ അതിന്റെ വ്യാപ്തത്തിനെ, ചെറുതേതാ? സമചതുരക്കട്ടയല്ലേ. അപ്പോൾ സമചതുരക്കട്ടയുടെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ മതി. സമചതുരക്കട്ടയുടെ വ്യാപ്തം കൊണ്ട് ഹരിക്കണം. അപ്പോൾ 2 എണ്ണത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയണം. ചതുരസ്തംഭം നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട്. വ്യാപ്തത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നീളം ഗുണം വീതി ഗുണം ഉയരമാണ്. നീളവുമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട്. നേരിട്ട് ഗുണിച്ചാൽ പോരെ. അപ്പോൾ 60 × 40 × 30 ഇത് നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. നോക്കിയേ, സമചതുര കട്ട, അതിന്റെ വ്യാപ്തം നേരിട്ടില്ലേ, എത്ര? 0.8. അപ്പോൾ അതുകൊണ്ട് 0.8 എന്ന് മാത്രം കൊടുത്താൽ പോരെ. വ്യാപ്തമാണ് തന്നിരിക്കുന്നത് 0.8. മേളിൽ നീളം, വീതി, ഉയരം, അതുകൊണ്ടാണ് അത് പരസ്പരം ഗുണിച്ചത്. വ്യാപ്തം കണ്ടുപിടിക്കാൻ നീളം ഗുണം വീതി ഗുണം ഉയരം. താഴെ വ്യാപ്തമാണ് നേരിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ യൂണിറ്റ് മീറ്റർ × മീറ്റർ × മീറ്റർ എന്ന് പറയുമ്പോൾ മീറ്റർ ക്യൂബ്, താഴെ മീറ്റർ ക്യൂബിൽ തന്നെയല്ലേ കിടക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്താൽ പോരെ. നോക്കിയേ, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം, പോയിന്റ് മാറ്റാൻ താഴെ മേളിലും 10 കൊണ്ട് ഗുണിച്ചാൽ പോരെ. ഇവിടുത്തെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമുണ്ട്, താഴെ മേളിലും 10 കൊണ്ട് ഗുണിക്കുന്നു. 10 × 40 × 30. പോയിന്റ് മാറ്റി 10 കൊണ്ട് ഗുണിക്കുമ്പം 8 എന്ന് കിട്ടി. മേളിലും ഒരു 10 കൊണ്ട് ഗുണിച്ചു, 10 എന്ന് എഴുതി. ഇനി കട്ട് ചെയ്ത് വെച്ചാൽ പോരെ. 40ഉം 8 കൂടെ കട്ട് ചെയ്തു 5. 6 × 5 30. 30 × 3 90. 90 എഴുതി. ഈ 60ന്റെ ഒരു 0, ഇവിടെ കിടക്കുന്ന 2 0 കൂടി എക്സ്ട്രാ കൊടുത്തു. ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കിക്കേ, 90,000. ആൻസർ 90,000. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ കാണാം.